ഇന്ന് കുറച്ചധികം ജില്ലകളിൽ മഴ മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് സ്കൈ വാച്ചിലേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ചില ജില്ലകളിൽ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ ദിനാന്തരീക്ഷം വളരെ വിശദമായി നമ്മളൊന്ന് പരിശോധിച്ചതേ മാപ്പ് വന്നിട്ടുണ്ട്. ഇത് മാപ്പ് നോക്കിയാൽ 7 ഇടത്ത് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്ന ഒരു ദിവസമാണ്. വയനാട്, കോഴിക്കോട്, അതേപോലെ മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലൊക്കെയും മഴ മുന്നറിയിപ്പുണ്ട്. യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ നേരിയ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ചിലയിടങ്ങളിൽ രാവിലെ തന്നെ നേരിയ മഴ ലഭിച്ചു. ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഈ രാവിലെ കൊച്ചിയിൽ ചെറിയ മഴ ഉണ്ടായിരുന്നു. ഓഫീസിലേക്ക് വരുമ്പോഴൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്കില്ല കേട്ടോ. കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനം നടത്താമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മഴയുണ്ടെങ്കിലും ചൂടിൻ്റെ കാര്യത്തിലും വലിയ കുറവൊന്നും തോന്നുന്നില്ല. നമുക്ക് താപനില കൂടി പരിശോധിക്കാം. താപനില പരിശോധിച്ചാൽ തിരുവനന്തപുരത്ത് തന്നെ നമുക്കങ്ങ് തുടങ്ങിയേക്കാം അല്ലേ. അപ്പോൾ തിരുവനന്തപുരത്തെ താപനില ആദ്യം വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. ഇതിൻ്റെ കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൊച്ചിയിലെ ഉയർന്ന താപനില 31, കുറഞ്ഞ താപനില 24. കോഴിക്കോട് കൂടിയ താപനില 34, കുറഞ്ഞ താപനില 25. കണ്ണൂർ 33 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. അതേപോലെ 23 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ണൂരിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായി കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞത്. പൊതുവെ കേരളത്തിൽ മേഘാവൃതമായ ആകാശമായിരിക്കും ഇന്നുണ്ടാവുക, ഇങ്ങനെയും കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ 7 ഇടങ്ങളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. ആ യെല്ലോ അലർട്ട് ഉള്ളിടത്ത് ആളുകളൊക്കെ ഇന്ന് മഴ പെയ്യും എന്ന കാര്യം ഒന്ന് മനസ്സിൽ വച്ചേക്കൂ.